CMRL എക്സാലോജിക് കേസിൽ വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ ഉടനുണ്ടായേക്കും. CMRL നിന്നും തുക കൈപ്പറ്റിയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. കേന്ദ്ര ഏജൻസി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വേഗം തന്നെ വീണയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വീണയുടെ വീട്ടിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് തൊട്ടു പിന്നാലെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ EDയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SFIO തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. SFIOയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2,78,00,000 രൂപ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് എന്ന കമ്പനി CMRL നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ 2,01,00,000 രൂപ വീണ ടീയും ബാക്കി 77,00,000 രൂപ എക്സാലോജിക് കമ്പനിയുമാണ് സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കുന്നു. ഇതിൽ മറ്റൊരു കാര്യം SFIOയുടെ കണ്ടെത്തൽ വീണയുടെ പ്രധാനപ്പെട്ട വരുമാനം CMRL നിന്ന് കിട്ടിയ വരുമാനമായി കിട്ടിയ പൈസയായിരുന്നു അല്ലെങ്കിൽ തുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതായത് 2017 മുതൽ 2020 വരെ ലഭിച്ച പൈസയായിരുന്നു അല്ലെങ്കിൽ ഈ 2,01,00,000 രൂപയായിരുന്നു വീണയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സെന്നും വ്യക്തമാക്കുന്നുണ്ട്. CMRLുമായിട്ടുള്ള ബന്ധം നിലച്ചതിനെ തുടർന്ന് പിന്നീട് എക്സാലോജിക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി എന്നും ഈ SFIOയുടെ റിപ്പോർട്ടിൽ സൂചനകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതേസമയം ഈ 2017 മുതൽ 2020 വരെ വീണ തൈക്കണ്ടിയുടെ കമ്പനിയായ എക്സാലോജിക്കും ഒപ്പം തന്നെ CMRLുമായി നടത്തിയിട്ടുള്ള 70ലധികം ഇമെയിലുകൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഇമെയിലുകളിൽ കൃത്യമായ ഒരു കാര്യം വ്യക്തമാക്കുന്നത് അത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് എന്നാണ് SFIOയുടെ കണ്ടെത്തൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് CMRL ഇത്തരത്തിൽ പൈസ വീണയ്ക്ക് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ EDയുടെ മുന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ED ഈ വിഷയത്തിലായിരിക്കും ചോദ്യം ചെയ്യാൻ സാധ്യതയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ED കടന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം SFIOയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ EDക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയിൽ CMRL ഉൾപ്പെടെയുള്ള കമ്പനികൾ അവിടെ അന്ന് കേസ് പരിഗണിച്ചപ്പോൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, SFIOയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കാം എന്നും കഴിഞ്ഞ ദിവസം വിലക്ക് നീങ്ങിയതോടെ തന്നെ കോടതിയും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ED കടന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമൻസ് നൽകി വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ വെച്ച് ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ തരത്തിൽ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അത് സങ്കീർണമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടായ സംഭവവികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കൊച്ചിയിലെ ED ഓഫീസിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 25ലധികം പോലീസുകാർ എല്ലായ്പ്പോഴും അവിടെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതു സമയവും അവിടത്തേക്ക് ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. അതുമാത്രവുമല്ല, ഏതെങ്കിലും വിധത്തിൽ CMRLുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ടതോ ആയ ചോദ്യം ചെയ്യൽ ഇവിടെ നടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് സുരക്ഷ ഇവിടെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ താമസം ഇല്ലാതെ തന്നെ വീണയെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ കേസുമായി രണ്ട് രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ, അതായത് എന്തിനാണ് ഈ സാമ്പത്തികം വീണയ്ക്ക് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നതിൽ മറ്റൊരു തരത്തിൽ ഇവരുടെ ഈ സാമ്പത്തികം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വീണയുടെ പേരിലുള്ള ലോക്കറുകളുള്ള ബാങ്കുകളെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ആ ലോക്കറുകൾ കൂടി പരിശോധിക്കുവാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണം സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ ആ ബാങ്കുകളുടെ ലോക്കറുകൾ കൂടി പരിശോധന നടത്തും. ഈ പരിശോധനകളൊക്കെ പൂർത്തിയായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ED ആലോചിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ EDയുടെ ചെന്നൈ ഓഫീസിലും കൊച്ചി ഓഫീസിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളായിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട്
EDയുടെ ഡയറക്ടറേറ്റിൽ നിന്ന് തന്നെയുള്ള നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ സംഭവങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ED അന്വേഷണങ്ങൾക്ക് നിയന്ത്രണം ഡൽഹിയിൽ നിന്ന് ആക്കിയിട്ടുള്ളത്. ധനവകുപ്പിനും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ അതത് ദിവസങ്ങളിൽ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ അന്വേഷണം ആയി മുന്നോട്ട് പോകാനാണ് EDയുടെ തീരുമാനം. എന്തായാലും SFIOയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിൽ തന്നെയും അതിൽ പൂർണ്ണ വിശ്വാസത്തിൽ എത്തിയിട്ടില്ല ED. ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നാണ് ED ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്കോ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം ഈ CMRL കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങൾ വീണ്ടും നിർത്തണം അല്ലെങ്കിൽ നിർത്തിവെക്കണം എന്നൊരാവശ്യമാണ് CMRLൻ്റെ MD ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ ഹർജി പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോടതിയും കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ SFIOയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ EDയുടെ നീക്കം. ശരി, എന്തായാലും CMRL എക്സാലോജിക് കേസിൽ വീണ വിജയന്റെ ചോദ്യം ചെയ്യലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. CMRL നിന്നും തുക കൈപ്പറ്റിയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യൽ. കേന്ദ്ര ഏജൻസി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.